പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർക്ക് ഒരു മെയിൽ അയച്ചു. കൂടെ അത് കത്തുമായിട്ട് ഈ നമ്മുടെ രാജ്യത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർക്കാൻ ഒരു കാരണവശാലും ഒരു ജഡ്ജിയെ പോലും അങ്ങ് നിയമിക്കരുത്. കാരണം അതൊരു പരിഹാരമല്ല. ഒതുക്കുങ്ങൽ പഞ്ചായത്ത്, അതായത് കോട്ടക്കലിൻ്റെയും മലപ്പുറത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ പഞ്ചായത്ത്. ഭയങ്കര നാറ്റമാണ്. ആ പ്രദേശത്തൊരു മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. നാളെ മുതൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ആ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ ഇറച്ചിക്ക് 40 രൂപയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിൻ്റെ വീട്ടിലുണ്ടായ തീപിടുത്തവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതായത് നിങ്ങളെല്ലാവരും കേട്ട് കാണും. അത് വാസ്തവത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. അത് വാസ്തവത്തിൽ തീ പിടിച്ചത് തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ആ ഒരു വീടിന് മാത്രമാണ് അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള സൈഡ് എഫക്റ്റിൻ്റെ വാർത്ത ഈ നാട് മുഴുവൻ ഞെട്ടിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതിനു മുമ്പ് ഒരു 3-4 കൊല്ലം മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വിതുമ്പി. കാര്യം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഭയാനകമാവിധം വർദ്ധിക്കുക. അത് സുപ്രീം കോടതി ആയാലും രാജ്യത്തെ ഹൈക്കോടതികളിലാണെങ്കിലും മറ്റ് സബോർഡിനേറ്റ് കോടതികളാണെങ്കിലും കണ്ടമാനം കേസുകൾ വർദ്ധിക്കുന്നു. അപ്പോൾ ജഡ്ജിമാരുടെ ഒഴിവുകൾ നികത്തുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരാതി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർക്ക് ഒരു മെയിൽ അയച്ചു. കൂടെ അത് കത്തുമായിട്ടും അയച്ചു. അതിൽ പറഞ്ഞത് ഇതാണ്: ഈ നമ്മുടെ രാജ്യത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർക്കാൻ ഒരു കാരണവശാലും ഒരു ജഡ്ജിയെ പോലും അങ്ങ് നിയമിക്കരുത്. നിങ്ങൾ കേട്ടാൽ തോന്നുന്നത് എന്തൊരു വിരോധാഭാസമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതൊരു പരിഹാരമല്ല. കാരണം ഈ ജഡ്ജിമാരെ നിയമിച്ചു കഴിഞ്ഞാൽ അവർ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ഈ സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. നാട്ടുകാർക്ക് അതിനകത്തുനിന്ന് വലിയ ബെനിഫിറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറേ ജഡ്ജിമാർക്ക് അതുകൂടെ പ്രയോജനം ഉണ്ടാവും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് നാട്ടുകാർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ആ സിസ്റ്റം മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോടതികളിൽ ഇപ്പോൾ വരുന്ന കേസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു 20% പോലും കോടതിയിൽ വരുന്നില്ല. 80% കോടതികളിൽ നിന്ന് മാറി നിൽക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തുല്യ അവകാശവും അതുപോലെ തുല്യനീതിയും അതുപോലെ തന്നെ തുല്യ അവസരങ്ങളുമൊക്കെ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അത് ഇന്ത്യയിൽ ജനിച്ച ഒരു പൗരനെന്ന നിലയിൽ നമുക്ക് കിട്ടുന്നൊരു അവകാശമാണ്. പക്ഷേ അത് നേടിയെടുക്കാനുള്ള തത്രപ്പാട് വളരെ വലുതാണ്. ആ സാഹചര്യത്തിൽ വേണം ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ വിലയിരുത്താൻ. അപ്പോൾ അനാവശ്യ കാലതാമസം ഉണ്ടാകുകയാണ്. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നാളിനുള്ളിൽ അതിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? കേസ് കൊടുത്തല്ലോ എന്നായിപ്പോവും. അതുപോലെ തന്നെ തൻ്റെ ജീവിതകാലത്ത് തീരുമാനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? അതും ഉണ്ടാവില്ല. പിന്നെ അഥവാ ഒരു തീരുമാനം ഉണ്ടായാലോ? ഇപ്പോൾ ഒരു 2 കക്ഷികൾ തമ്മിൽ ഒരു മുനിസിപ്പൽ കോടതിയിൽ അല്ലെങ്കിൽ സിവിൽ കോടതിയിൽ ഒരു തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജയിക്കുന്നയാൾ എതിരെ പരാജയപ്പെട്ടയാൾ അപ്പീൽ കൊടുക്കും. ആ പ്രക്രിയ അങ്ങ് സുപ്രീം കോടതി വരെ പോകും. ചിലപ്പോൾ തലമുറകൾ നീണ്ടു നിൽക്കുന്ന കേസായി മാറും. അപ്പോൾ ഞങ്ങളുടെ ഈ വാഹനങ്ങളിൽ, നമ്മുടെ നീതിമേളയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിൽ, അതായത് 1985 മുതൽ 2000 വരെ ഈ കേരള ഒട്ടുക്ക് നടത്തിയ ഗ്രാമാന്തരം നടത്തിയ നീതിമേളകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോടതി വിധി മൂലം ബന്ധുക്കൾ ശത്രുക്കളാകുമ്പോൾ നീതിമേളയുടെ ശത്രുക്കൾ ബന്ധുക്കളാകുന്നു. അതായത് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഈ കോടതിയിലുള്ള കേസ് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടും
എത്ര പണച്ചെലവ് ഉണ്ടാകുമെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടും ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിയായിട്ടാണ് അതുകൊണ്ട് മുന്നോട്ട് പോവുക. ഞങ്ങളുടെ ഒരു നീതിമേള കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി പഞ്ചായത്തിൽ നടന്നിരുന്നു. 1996-97 തോന്നുന്നു. അന്ന് പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡൻറ്റ് VK രാഘവൻ എന്ന മാന്യ അദ്ദേഹമാണ്. CPMൻ്റെ നേതാവാണ്. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടെയാണ്. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, രാഘവേട്ട എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ്? രാഘവേട്ടൻ്റെ അഭിപ്രായം എന്താണ്? വിജയമായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് വിജയമല്ല, ഇത് അത്ഭുതമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം മഹാനായ AK ഗോപാലൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ AK ഗോപാലൻ്റെ ജന്മനാട് കൂടെയാണ് പെരളശ്ശേരി. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് മധ്യസ്ഥ ശ്രമത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റാഞ്ഞ കേസുകൾ വരെ ഇവരെ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അതിനുള്ള സ്കോപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങൾക്ക്. ബാക്കി എല്ലാ രംഗത്തും നമ്മൾ ഭയങ്കരമായ രീതിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഈ രംഗത്ത് മാത്രം നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള വ്യവഹാര രീതി തുടരുകയാണ്. ജനങ്ങളതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഒരു കേസ് പരിഹരിച്ചതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ പഞ്ചായത്ത്, അതായത് കോട്ടക്കലിൻ്റെയും മലപ്പുറത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന പഞ്ചായത്ത്. അവിടെ ഞങ്ങൾ നീതിമേള നടത്തിയിരുന്നപ്പോൾ ഏകദേശം 30ഓളം ബൂത്തുകളുണ്ട്. പല വിധത്തിലുള്ള വ്യക്തമായ തർക്കങ്ങൾ, വ്യക്തിപരമായ തർക്കങ്ങൾ, അതുപോലെ തന്നെ പണമിടപാടുകൾ, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അങ്ങനെ ഏതാണ്ട് 30ഓളം ബൂത്തുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കേസാണ് വന്നത്. അവിടെ വളരെ നാളായിട്ട് എല്ല് ഊറക്കിടുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഈ പോത്തിനെയും മറ്റുമൊക്കെ കശാപ്പ് ചെയ്തിട്ട് അതിൻ്റെ എല്ല് ഈ സെപ്റ്റി ടാങ്ക് പോലത്തെ ഒരു ടാങ്കിനകത്തേക്ക് ഇടും. അതിനൊരു പ്രത്യേക മൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇത് പുറത്തെടുക്കാൻ വേണ്ടി ഇത് തുറക്കുമ്പോൾ ഭയങ്കര നാറ്റമാണ്. ആ പ്രദേശത്തൊരു മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ടുള്ളൊരു പരാതിയായിരുന്നത്. അപ്പോൾ ആ വർഷങ്ങളായിട്ടുള്ള പരാതി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആ ഒരു പരാതി നീതിമേളയ്ക്ക് വന്നു. അത് ഏതോ ഒരു ബൂത്തിലാണ് അത് വന്നത് ആദ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പൊതുവായിട്ടൊരു ധാരണയുണ്ട്, ഏതെങ്കിലും ബൂത്തിൽ ഒരു കേസ് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരു ബൂത്തിൽ അവിടെ ഇരിക്കുന്ന മധ്യസ്ഥന്, അത് ഒരു പക്ഷേ ജഡ്ജായിരിക്കാം, അത് വക്കീലായിരിക്കാം, സാമൂഹ്യ പ്രവർത്തകനാകാം, അവിടെ കൂടെ ഒരാളുടെ ഒരു സംഗതി കൂടെ നോക്കുക. അല്ലെങ്കിൽ അത് ഒന്നാമത്തെ ബൂത്തിൽ വരിക. അത് മിക്കവാറും ഞാൻ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. അങ്ങനെ ഒരു അലിഖിതമായ നിയമമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് എൻ്റെ അടുക്ക വന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഇറച്ചി വെട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ എല്ല് നിങ്ങൾക്ക് അതുപോലെ വിറ്റുകൂടെ? നമ്മൾ ഈ വാഹനത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ നമ്മൾ ലോറിയിലൊക്കെ പച്ച എല്ല് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൂടെ? അപ്പോൾ അദ്ദേഹം പറയാൻ നഷ്ടമാണ്, അത് നമുക്ക് മുതലാവില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, അന്ന് മറ്റു ജില്ലകളിലൊക്കെ 50 രൂപയാണ് 1 കിലോ പോത്തിറച്ചിയുടെ വില. മലപ്പുറം ജില്ലയിൽ 35 രൂപയേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 400 രൂപയാണെങ്കിൽ അവിടെ 350 രൂപ ഉണ്ടാവുള്ളൂ. ഒരു 50 രൂപ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ഇറച്ചിക്കൊരു 40 രൂപയാക്കിയാൽ നിങ്ങൾക്കത് ഒരു പ്രശ്നവുമില്ല. 40 രൂപയാക്കിയാൽ ഈ എല്ല് ഊറക്കെടുത്ത പരിപാടി ഞാൻ ഉപേക്ഷിക്കുക. അങ്ങനെ അന്ന് അവിടെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു, ADM ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ അനുവാദത്തോടെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിനോട് പറഞ്ഞു. അതായത് നാളെ മുതൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ ഇറച്ചിക്ക് 40 രൂപയാണ്. എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു.
അതോടെ ആ പ്രശ്നം മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഒഴിവായി. അപ്പോൾ ആ രീതിയിൽ, അതായത് നമ്മുടെ ദീർഘനാളത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. അത് ഇരു കക്ഷികൾക്കും അത് അക്സെപ്റ്റബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അപ്പീലിൻ്റെ ആവശ്യമില്ല. അവർ തമ്മിൽ വ്യക്തിപരായത്തിൻ്റെ കാര്യമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തീർക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള കോംപ്രമൈസ് ചർച്ചകൾ, മധ്യസ്ഥ ശ്രമങ്ങൾ തീർച്ചയായിട്ടും കോടതിയിൽ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ അതിന് വിപരീതമായിട്ട് 1985 മുതൽ 2000 വരെ 15 വർഷത്തോളം കാലം ഞങ്ങൾ ഈ കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ നടത്തിക്കൊണ്ടുള്ള നീതിമേളകൾ, ലീഗൽ സർവീസ് അതോറിറ്റി കേരളത്തിൽ രൂപീകരിക്കുന്നത് 1999 99 രൂപീകരിച്ചപ്പോൾ ആദ്യം അവർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഫോറം ഫോർ സോഷ്യലിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. സർക്കാർ അംഗീകരിച്ചു. സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഫോറം ഫോർ സോഷ്യലിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതേപോലുള്ള ചർച്ചകൾ, ഇതേപോലെ കോംപ്രമൈസ്, ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പരിപാടി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ അംഗീകാരം ഇമ്മീഡിയറ്റായിട്ട് റദ്ദ് ചെയ്യുന്നു. എന്നാലോചിച്ച് നോക്കിയേ, ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് ഇപ്പോഴും തുടരുക. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ ഇങ്ങനെ വരികയാണെങ്കിൽ കക്ഷികളൊക്കെ ചോദിക്കും, ഇതാണ് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല, നോക്കിക്കോളെന്ന് പറയും. അല്ലാതെ ഒരു ആത്മാർത്ഥമായ ഒരു ഇടപെടൽ പല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ തീരുമാനങ്ങളിലും ഇത് ഉണ്ടാകുന്നില്ല. പൂർണ്ണമായിട്ടും ഞാനത് നിഷേധിക്കുകയല്ല പറയുന്നത്. പക്ഷേ ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മധ്യസ്ഥന്മാരുടെ അഭാവം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ താലൂക്ക് തലത്തിലുള്ള അദാലത്തുകളിൽ വരുന്നുണ്ട്, ജില്ലാതലത്തിലുള്ള അദാലത്തിൽ വരുന്നുണ്ട്, അതേപോലെ ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ അദാലത്തുകളിൽ വരുന്നുണ്ട്. അത് ആ രീതിയിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്കുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഈ മെഗാ അദാലത്തിൽ ഇത്ര കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തു എന്നൊക്കെ പറയുന്നത് നമ്മൾ ന്യൂസ് വായിക്കാറുണ്ട്. അതായത് കോടതികളിലെ MSCT കേസുകളുടെ നഷ്ടപരിഹാര തുക, ഇൻഷുറൻസിൻ്റെ മറ്റുള്ള തരത്തിലുള്ള ഇൻഷുറൻസിൻ്റെ നഷ്ടപരിഹാര തുക, അത് അങ്ങനെ ആ രീതിയിലുള്ള തുക കൂട്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഒരു കണക്ക് പറയും. അതേപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട, ടെലിഫോൺസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ചില നിസ്സാര കേസുകളൊക്കെ ഉണ്ടാകും. ഈ ബില്ല് കുടിശ്ശിക അങ്ങനെയുള്ളതൊക്കെ, അതൊക്കെ വെച്ചിട്ട് കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുക. ഇതല്ല യഥാർത്ഥത്തിൽ ഭരണഘടന 39A ഖണ്ഡിക ഇതിൽ പറയുന്ന സൗജന്യ നിയമസഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ രീതിയിലൊരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമുക്ക് വളരെ ഉറപ്പ് പറയാൻ പറ്റും. ആ രീതിയിലുള്ളൊരു ശ്രമം ഉണ്ടാകുകയും അതേപോലെ ആ രംഗത്തുള്ള സാമൂഹിക സംഘടനകൾ സുപ്രീം കോടതി വിധി പറയുന്നതനുസരിച്ച് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്ന സാമൂഹിക സംഘടനകളുടെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിക്കാൻ പറ്റും. ഒരു കേസ് പോലും കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു മാറ്റം ഈ കേസുകൾ പരിഹരിക്കുന്നതിനകത്ത് ഉണ്ടാവണം തീർച്ചയായിട്ടും. അപ്പം ഇതിനകത്തൊരു വേറൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം വക്കീലന്മാർക്ക് തൊഴിലില്ലാതാകില്ലേ? വക്കീലന്മാർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. എല്ലാ കേസുകളിലും നമ്മൾ നിത്യജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും വക്കീലിൻ്റെ ഉപദേശം തേടുകയും അതേപോലെ തന്നെ വക്കീലന്മാർ ജനങ്ങൾക്ക് ആക്സസ് ആകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വരുമാനവും കൂടും, കേസുകളുടെ എണ്ണവും വർദ്ധിക്കും, സമൂഹത്തിൽ ശാന്തതയും അതുപോലെ തന്നെ സമൂഹത്തിൽ സാമൂഹികമായിട്ടുള്ള കെട്ടുപാടുകൾ അതിനകത്ത് ഭദ്രതയുണ്ടാവും. അല്ലാതെ വിവാഹ കേസുകളിലാവാം, കുടുംബ പ്രശ്നങ്ങളിലാവാം, വഴിത്തർക്കങ്ങളിലാവാം, പണമിടപാടുകൾ കേസുകളിലാവാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാതെ ഈ ജഡ്ജിമാരെ കൂടുതൽ അപ്പോയിൻ്റ് ചെയ്തൊന്നും അല്ല പരിഹാരം എന്നുള്ള കാര്യത്തിൽ ഒരു അസന്നിഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.